ചുവട് മാറ്റിയോ CPM പ്രതിരോധത്തിൽ എന്നതാണ് ചോദ്യം. പിയാസുനിൽ ആദ്യഘട്ടം ഈ കേസ് വരുമ്പോൾ നിയമസഭയിൽ പിണറായി വിജയൻ പ്രതിരോധിക്കുന്നതടക്കം എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുമ്പോഴും പറയുന്നു എൻ്റെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് ഈ ED അന്വേഷണം നേരിടേണ്ടി വരുന്നത് എന്ന മട്ടിൽ പിന്നീട് പാർട്ടിയും അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നതാണ് കണ്ടത്. അതായത് പിണറായി വിജയൻ്റെ വീട്ടിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ, ആ വീട്ടിൽ തന്നെയാണ് വീണാട്ടി താമസിക്കുന്നത്. ആ വീണാട്ടി താമസിക്കുന്ന വീട്ടിലും വീണാട്ടിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും റെയ്ഡ് നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അത് പിന്നീട് തിരിച്ചടിയാണെന്ന് CPM ബോധ്യമാവുന്നു. ആ കേസ് വരുന്നു. ആ കേസിൽ പിന്നീട് ഇവർ പ്രതികളാക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ IP ബിനു അടക്കമുള്ള ആളുകൾ പ്രതിയാക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇന്ന് മുതലക്കുളത്ത് നടത്തിയ വിശദീകരണ യോഗത്തിൽ ഇതുവരെ പാർട്ടി പറഞ്ഞു വന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു ശബ്ദം കേട്ടത് വീണാട്ടിയുടെ കാര്യത്തിൽ അത് നിയമപരമായി നേരിടട്ടെ, പാർട്ടി അതിലിടപെടുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് വ്യക്തമായിട്ടാണ് പറയുന്നത്. എന്നാൽ മുഹമ്മദ് റിയാസിലേക്കും പിണറായിയിലേക്കും വന്നാൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് MV ഗോവിന്ദൻ മാഷ് പറയുന്നു. ഇത് ചുവടും മറ്റതായി കണക്കാക്കാൻ കഴിയുമോ? ഇന്ന് മുതലക്കുളത്ത് CPM നടത്തിയിട്ടുള്ള വിശദീകരണ യോഗത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി ഈ കേസിൻ്റെ കാര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് എങ്ങനെയായിരിക്കും ഈ കേസിനെ CPIM നേരിടുക എന്ന കാര്യത്തിൽ പല ചോദ്യങ്ങളും ഇതിനു മുൻപ് ഉയർന്നിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും CPM ഈ കേസിനെ നേരിടാൻ പോകുന്നത് എന്നതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ സമ്മേളനത്തിൽ, ഈ വിശദീകരണ യോഗത്തിൽ കൃത്യമായൊരു മറുപടി നൽകിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ വീണ ടിക്കെതിരെയുള്ള ഇപ്പോൾ ഈ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കേസ്, CMRLുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അത് വീണ ടി തന്നെ നേരിടും. അതേസമയം ഈ കേസിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഏതെങ്കിലും വിധേന ഈ കേസ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്കോ അതല്ല വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിലേക്കോ കൊണ്ടുവരികയാണെങ്കിൽ അത് പാർട്ടിയുടെ വിഷയമാണ്. അവിടെ പാർട്ടി ഇടപെടും എന്നുള്ളൊരു ശക്തമായ സന്ദേശം ഇന്ന് EDക്ക് CPIM നൽകുകയാണ്. അതിനുവേണ്ടി ഇന്ന് കോഴിക്കോട്ട് ഒരു വിശദീകരണ യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ വിശദീകരണ യോഗം വിളിക്കാനുള്ളൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള EDയുടെ 9 കേന്ദ്രങ്ങളിലെ റെയ്ഡാണ്. നമുക്കറിയാം, മെയ് 27 പിണറായി വിജയൻ്റെ വസതിയിൽ ED നേരത്തെ റെയ്ഡ് നടത്തുന്നത്. അത് പിന്നീട് അവിടെ വലിയൊരു സംഘർഷമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെയ്ഡിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലെയുള്ള ചില ഹാൻഡ് റിട്ടൺ കോപ്പികൾ കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കിട്ടിയ ചില ഹാൻഡ് റിട്ടൺ കോപ്പികളിൽ, ഹാൻഡ് റിട്ടൺ അക്കൗണ്ടുകളിൽ ചില ഇടപാടുകൾ സംശയിക്കുന്നു. അതാണ് ED പറയുന്നത്. അതിലാണ് 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് പറയുന്നത്, 20 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്നത്. പക്ഷേ വ്യക്തമായ വിവരം എന്താണ് എന്ന് ഇപ്പോഴും ED വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 9 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നത്. അവിടെ ഇനിയൊരു പക്ഷേ മുഹമ്മദ് റിയാസിനെ കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ EDയിൽ നിന്ന് എന്ന തരത്തിൽ ഉള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് CPIM ഇപ്പോൾ കോഴിക്കോട്ടെ മുതലക്കുളത്തൊരു വിശദീകരണം യോഗം വിളിച്ചുകൊണ്ട് CPIMൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ ടി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാം, അവർക്കെതിരെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാം. അതിനെ വീണ വ്യക്തിപരമായി അവരുടെ കമ്പനി അതിനെ നേരിടും എന്ന കാര്യം CPM വ്യക്തമാക്കുന്നു. അതിൽ CPIM ഇടപെടില്ല. നോക്കൂ, പക്ഷേ നമ്മൾ ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ വലിയ കൗതുകമുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ചർച്ചയിൽ പറഞ്ഞതുപോലെ മെയ് 27 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയൻ്റെ വസതിയിൽ അടക്കം നടത്തിയിട്ടുള്ള റെയ്ഡ്, ആ പിണറായി വിജയൻ്റെ വസതിയിൽ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയിൽ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതുകൊണ്ടാണ് അവിടെ റെയ്ഡ് നടത്തിയത്. പിണറായി വിജയനോട് ഒരു വാക്കുപോലും ED ചോദിച്ചില്ല, എന്തെങ്കിലും പറഞ്ഞില്ല എന്ന് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വാർത്താക്കുറിപ്പിൽ ED ഫൗണ്ട് സർട്ടൺ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വലിയ കൗതുകമുണ്ട്. ഈ കാലത്തും വീണ ടിയെ പോലെയുള്ള ഒരു IT എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു IT കമ്പനിയുടെ ഉടമ, IT രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു തുണ്ട് കടലാസിൽ അവർ 20 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയെന്ന് എഴുതി വെക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. രണ്ടാമത്തേത്, ഈ 85 കോടി രൂപയുടെ ഒരു ഹവാല ഇടപാടിന് സമാനമായി ചില തെളിവുകൾ ഇതുപോലെയുള്ള ഹാൻഡ് റിട്ടൺ അക്കൗണ്ടുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിലും എനിക്ക് വലിയ സംശയമുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, നേരത്തെ ഈ IPL വാതുവെപ്പ് കേസ്, ആ കേസിൻ്റെ ഹിയറിംഗ് ഡൽഹിയിലെ കോടതിയിൽ നടന്നപ്പോൾ അത്
ED അല്ല, അത് CBI ആയിരുന്നു, ഡൽഹി പോലീസ് ആയിരുന്നു, ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലായിരുന്നു. അപ്പോൾ അത് ഒരു രാജ്യത്ത് പലയിടങ്ങളിലും പല പോലീസ് സംവിധാനങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ടുള്ള അന്വേഷണമായിരുന്നു. ആ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ ഞാൻ ഡൽഹിയിലെ ആ സ്പെഷ്യൽ കോർട്ടിലുണ്ടായിരുന്നു. അപ്പം ഈ അന്വേഷണ ഏജൻസി വന്ന്, പ്രത്യേക അന്വേഷണ സംഘം വന്ന് കോടതിയിൽ വാദിക്കുകയാണ്. അവിടെ ഫോൺ ചെയ്തു, ഇവിടെ ഫോൺ ചെയ്തു, അവരെ വിളിച്ചു, ഇവരെ വിളിച്ചു, ഫോൺ റെക്കോർഡ്, ഇങ്ങനെ പറഞ്ഞ് കുറേ കണക്ഷൻസ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിക്ക് മുമ്പാകെ വെച്ചു. അവസാനം ഇതെല്ലാം എടുത്ത് കോടതി തള്ളി. കാരണം ഈ കേസിലെ ഒരു ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന സംഗതി തെളിയിക്കാനായി പോലീസ് പല രീതിയിലുള്ള കണക്ഷൻസ് കൊണ്ടുവന്നുവെങ്കിൽ പോലും അതൊന്നും കോടതിയിൽ നിന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സാധനത്തെ എങ്ങനെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എത്ര കേസുകളാണ് ED കഴിഞ്ഞൊരു 10-12 വർഷത്തിനകത്ത് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തത്? ആ കേസിൽ എത്ര എണ്ണത്തിൽ ചാർജ് ഷീറ്റ് കൊടുത്തു, എത്ര എണ്ണത്തിൽ ഒരു കൺവിക്ഷൻ നടന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ അതിൽ 0.5%, 1% പോലുമില്ല ഇതിൽ ശിക്ഷിക്കപ്പെട്ട കേസുകൾ എന്ന് പറയുന്നത്. അത്രത്തോളം ക്രെഡിബിലിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസ്യതയില്ലാത്തൊരു ഏജൻസിയായി ED മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ED CBIൻ്റെ കൂടി പണിയെടുക്കുന്നുണ്ട്. അതായത് നേരത്തെ CBI ഏത് രീതിയിലാണോ എടുത്തിട്ടുള്ള പല കേസുകൾക്ക് സമാനമായ കേസുകൾ ഇപ്പോൾ ED എടുക്കുന്നുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് ഈ അഴിമതി നിരോധന നിയമം കൂടി ഇതിൻ്റെ ഒരു പരിധിയിൽ വരുന്നതുകൊണ്ട്, PMLA കേസിൻ്റെ ഒരു പരിധിയിൽ വരുന്നതുകൊണ്ട് ഇപ്പോൾ ആ നിലയിലുള്ള കേസുകൾ കൂടി ED കൈകാര്യം ചെയ്യുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്തരം ശക്തമായ നടപടികൾ പോകുന്നുണ്ട്. നമുക്കറിയാലോ, ഈ 2014 അന്ന് ദേശീയ തലത്തിൽ അധികാരമാറ്റം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസ് അതാണ്. 2G സ്പെക്ട്രം, കൽക്കരി അഴിമതി. ഞാൻ നോക്കുകയായിരുന്നു, ആ കേസിലൊക്കെ തന്നെ അറസ്റ്റിലായി എത്ര കാലമാണ് അന്നത്തെ ടെലികോം മന്ത്രിയായിരുന്ന A. രാജ ജയിലിൽ കഴിഞ്ഞത്, അതുപോലെ തന്നെ കനിമൊഴി ജയിലിൽ കഴിഞ്ഞത്. ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഒരു കേന്ദ്ര ഏജൻസി എന്ന നിലയിൽ പറയുകയാണ്. അതുപോലെ തന്നെ INX മീഡിയ കേസ്, ആ കേസിൽ P. ചിദംബരം, അദ്ദേഹത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം, ഇവർ രണ്ടുപേരും തിഹാർ ജയിലിൽ എത്ര കാലം കിടന്നു. ആ കേസിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പ്രതിയായ മദ്യക്കോഴ കേസ്, 113 ദിവസം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നു. മാത്രമല്ല ആരൊക്കെ കിടന്നു? മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള ആ മന്ത്രിസഭയിലെ മന്ത്രിമാരെ അടക്കം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി 100 ദിവസത്തിലധികം. എന്താണ് ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഇനി ജാർഖണ്ഡിലേക്ക് പോയാൽ അവിടെ ഹേമന്ത് സോറൻ, അദ്ദേഹവും മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിനെതിരെയും കേസ് വന്നു, അദ്ദേഹവും ജയിലിൽ കിടന്നു. ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഈ നിലയിലാണ് നമ്മൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ EDയുടെ കേസുകൾ വന്നിട്ടുള്ളത്, ആ കേസുകൾ കൈകാര്യം ചെയ്ത രീതികൾ വന്നിട്ടുള്ളത്. ആ കേസുകളിൽ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും പിന്നീട് അവർ ജാമ്യത്തിലിറങ്ങിയ ശേഷം ആ കേസിൻ്റെ പൊടി പോലുമില്ല കോടതികളിലെടുക്കാൻ. ആ കേസുകളിൽ തുടർ നടപടികൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ കേന്ദ്ര ഏജൻസികളോ എവിടെയും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ SNC ലാവ്ലിൻ കേസിൻ്റെ അവസ്ഥ നോക്കൂ. SNC ലാവ്ലിൻ കേസ് 2017 സുപ്രീം കോടതിയിൽ വന്നത്. 2017 ഏതാണ്ട് 40 തവണ സുപ്രീം കോടതിയിൽ ഈ കേസ് മാറ്റിവെച്ചു. ആരാണ് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നത്? CBI. അതാണ് ഒരു പാലം എന്ന് പറയുന്നത്. പാലം, അതായത് CPM-ഉം BJP-യും തമ്മിലുള്ള പാലം എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രചരണമായി ഉയർത്തിയൊരു കേസായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ ആ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന NV രമണ കൃത്യമായി തന്നെ CBIയോട് പറഞ്ഞു, പുതിയ തെളിവുകളില്ലെങ്കിൽ നിങ്ങൾ ഈ കേസുമായി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന്. ആ പുതിയ തെളിവുമായി ഇതുവരെ CBIക്ക് ആ സുപ്രീം കോടതിയിലേക്ക് പോകാനേ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ഒരു ദേശീയ തലത്തിൽ നമ്മൾ നോക്കിയാൽ അന്വേഷണ ഏജൻസികളുടെ ഒരു പച്ചയായ സാഹചര്യം എന്നത്. അവിടെയാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കേസിനെ കൂടി വിലയിരുത്തേണ്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നു, വീണ തൈക്കണ്ടിക്ക് CMRL നൽകിയിട്ടുള്ള 2.78 കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു സാമ്പത്തിക ഇടപാടിൽ എനിക്കും സംശയമുണ്ട്. അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ വീണ തൈക്കണ്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എങ്കിൽ, നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഹവാല ഇടപാട് നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇല്ല, അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. നിയമത്തിൻ്റെ എല്ലാ പഴുതടച്ചുള്ള നീക്കങ്ങളും ED നടത്തണം. പക്ഷേ അവിടെ അതിൻ്റെ പേരിൽ ഈ നേരത്തെയൊക്കെ കണ്ടതുപോലെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി ED മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത്. അവിടെ പലപ്പോഴും EDക്ക് മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറക്കിയിട്ടുള്ള ഈ സെലക്റ്റീവ് വാർത്താക്കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. Meet the editors.